ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ അത്രയും കാലം ഓർമ്മ ഉണ്ടാവും. ബട്ട് നമ്മൾ അതിൻ്റെ തൊട്ട് തലേ ദിവസം അല്ലെങ്കിൽ കുറച്ച് മുന്നത്തെ ദിവസം അത് മറന്നു പോകും. എന്നിട്ട് പിന്നെ ഓർക്കുക തലേന്ന് രാത്രി ആയിരിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടോ നിങ്ങൾക്ക്? അത് എനിക്കുള്ളൊരു ചെറിയൊരു പ്രശ്നമാണ്. സോ അങ്ങനത്തെ അസുഖമുള്ളവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യേണ്ടതാണ്. ബിക്കോസ് നമുക്ക് നോക്കാമല്ലോ, ലെറ്റ്സ് സി എത്ര ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക, പിന്നെ കുറച്ച് സൂചി നൂലും എടുക്കുക. പേടിക്കേണ്ട, നമ്മളൊരു ഗിഫ്റ്റായിട്ട് ചെയ്യാൻ പോവാണ്. യെസ്, ആയുധം വെച്ചുള്ള കളിയാണ്. സോ നമ്മൾ ആ പേപ്പറിൽ ഒരു കലണ്ടർ മാതിരി ഡേറ്റും ഇതൊക്കെ എഴുതുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സ്പേസ് വിടണേ. എന്നിട്ട് അവിടെ കേക്കിൻ്റെ ലെയേഴ്സ് മാതിരി നമ്മളൊന്ന് ഔട്ട്ലൈൻ ചെയ്യുക. നമ്മുടെ സൂചി വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ഡോട്ട് ഡോട്ട് ഇട്ടെടുക്കുക. എന്തിനാ വെച്ചാൽ നമ്മൾ ഈ ഡ്രസ്സിലൊക്കെ തുന്നില്ലേ, അതേമാതിരി ഈ പേപ്പറിൽ നമ്മളിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഓവർ സ്കില്ലൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്സാഗായിട്ട് ചെയ്താൽ മതി. ഞാനിവിടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധാരണ നൂലാണ് എടുത്തത്. ബിക്കോസ് ഇത് തലേന്ന് രാത്രിയാണ് ചെയ്യണത്. സോ നിങ്ങൾക്ക് ബെറ്ററായിട്ട് കുറച്ച് മുന്നേ ഓർമ്മ ഉണ്ടെങ്കിൽ വുളൻ ത്രെഡ് ഇല്ലേ, അത് വാങ്ങിക്കോളൂ. അത് നല്ല രസമുണ്ടാവും, നല്ല ഡാർക്കായിട്ട് കിട്ടും ചെയ്യും. ഇത് കുറച്ച് തിന്നായിട്ടുള്ളതുകൊണ്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്സാഗായിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നു, ഒന്ന് ഡാർക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. സോ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. തൽക്കാലം നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഇത് കയ്യിൽ കുത്തി കയറാണ്ട് നോക്കണം, അതാണ് ഇതിലെ മെയിൻ ടാസ്ക്. കുറച്ച് കോൺസെൻട്രേഷൻ വേണം. സോ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കളർ കോമ്പിനേഷന് ഞാൻ അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്താൽ അത് കുറച്ചും കൂടി സ്പെഷ്യൽ ആവുമല്ലോ. സോ ഞാൻ അങ്ങനെ ഫ്രണ്ടിന് ഇഷ്ടമുള്ള കളേഴ്സാണ് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. ഡാർക്ക് കളേഴ്സാണ് രണ്ടും, ഐ നോ. ബട്ട് നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ കോമ്പിനേഷനെക്കാട്ടി രസം അതല്ലേ. സോ ഈ കളർ കോംബോ എത്രത്തോളം രസമുണ്ട് ഇല്ല എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് ക്യാൻഡിൽസ് വരച്ചു കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ഓറഞ്ച് കളർ പെന്നുണ്ടായിരുന്നു, അപ്പം ഞാൻ അത് വെച്ചിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ക്യാൻഡിൽസ് വരച്ചു. അപ്പോഴാണല്ലോ ആ കേക്കിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുക. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച ഡേറ്റ്സൊക്കെ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ പെന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് ആ മന്തൊക്കെ എഴുതി കൊടുക്കുകയാണ്. ഇനി ബർത്ത്ഡേ ഡേറ്റും കൂടി ഹൈലൈറ്റ് ചെയ്താൽ സംഭവം കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ ഞാൻ അതിൻ്റെ ബോർഡേഴ്സും കൂടി ഒന്ന് ത്രെഡ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഈ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഐഡിയാസിന് വേണ്ടിയിട്ട് ഈ പേജ് ഫോളോ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക. സോ ഗൈസ്, ബൈ ബൈ.